പേര് ദീപ്തി എന്നാണ്. ഞാൻ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് മെമ്പറാണ്. ഈ റോഡ് വളരെ മോശമായി കിടന്നിരുന്നതാണ്. ഇതിപ്പോൾ ഒരു 3-4 വർഷമായിട്ട് യാത്രാ സഞ്ചാരം ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന ഒരു റോഡായിരുന്നു. നമ്മളതിപ്പോൾ വന്നതിന് ശേഷം നമ്മളിവിടുത്തെ വെള്ളക്കെട്ടും മാറുന്നതിന് വേണ്ടിയിട്ട് കാണയും റോഡ് മെയിൻ്റെനൻസും കൂടെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാർഡിൽ ഒരുപാട് റോഡുകളുണ്ടായിരുന്നു. അതെല്ലാം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ മെയിൻ്റെനൻസ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് തെരുവ് ലൈറ്റ് ഇല്ലാതെ ഇരുന്നിരുന്ന, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാതെ ഇരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വന്നതിന് ശേഷം അവിടേക്ക് വെട്ടം എത്തിക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അംഗൻവാടികളിൽ പറഞ്ഞ പോലെ അവിടെ എന്താണോ അവിടുത്തെ കുറവുകൾ ഉണ്ടായിരുന്നത് അത് നികത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മൾ. കാരണം അംഗൻവാടിയുടെ പെയിൻറ്റിങ് അതെല്ലാം നമ്മൾ സ്പോൺസറെ വെച്ചിട്ടും അല്ല, ഇപ്പം നമ്മളാണെങ്കിലും അതുപോലെ അംഗൻവാടിയിലേക്ക് ബെഞ്ച്, ഡെസ്ക്, അംഗൻവാടിയുടെ ബാക്കി പുറത്തുള്ള കുറച്ച് വർക്കുകൾ, കാരണം ടാങ്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അംഗൻവാടിക്ക് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ അംഗൻവാടി ആവശ്യപ്പെടുന്നതും അല്ലാത്തതുമായിട്ടുള്ള നമ്മൾ കണ്ടറിഞ്ഞും അംഗൻവാടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു തലമുറയെ വാർത്തെടുക്കേണ്ട സ്ഥലമാണ് അംഗൻവാടി എന്ന് പറയുന്നത്. അപ്പോൾ അതിനത്രയും പ്രയോറിറ്റി നമ്മൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ തോടുകൾ കോരിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാർഡിലെ ഓൾമോസ്റ്റ് എല്ലാ കാണകളും നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗപ്പെടുത്തിയും നമ്മൾ ഒരുപാട് വർക്കുകൾ നമ്മുടെ വാർഡിൽ ചെയ്തു. ഹരിതകർമ്മസേന നമ്മുടെ വാർഡിൽ വളരെ നന്നായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഹരിതകർമ്മസേന എന്ന് പറയുന്നത് അങ്ങോട്ട് ചെല്ലുമ്പോൾ ജനങ്ങൾക്കൊരു മടുപ്പായിരുന്നു അവരോട് സഹകരിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 100% നമ്മുടെ വാർഡിലെ ജനങ്ങൾ ഹരിതകർമ്മസേനയോട് സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് തല നമ്മൾ ഹരിത വിമുക്ത കേരളം എന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ വാർഡ് ഒട്ടാകെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെ നമ്മൾ നമ്മുടെ റോഡിൽ നിന്ന് നമ്മളുള്ള വേസ്റ്റുകളെല്ലാം മാറ്റുകയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ വാർഡിൽ ഒരുപാട് പേർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീടുകൾ വന്നിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പൂർത്തിയായ വീടുകളുണ്ട്. നമുക്ക് അതിദരിദ്രരായിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാർഡിൽ ഇപ്പോൾ ഒരാളേ ഉള്ളൂ. കാരണം പുതിയതായിട്ട് ആഡ് ചെയ്യാനിപ്പോൾ പറ്റുന്നില്ല. പക്ഷേ നിലവിലുള്ള അതിദരിദ്രരെ നമ്മൾ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു പോകുന്നുണ്ട്, കൃത്യമായി ചെയ്യുന്നുണ്ട്. കുടുംബശ്രീയുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിലാണ് നമ്മുടെ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഏറ്റവും നല്ല രീതിയിൽ കുടുംബശ്രീ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് പള്ളിപ്പുറം പഞ്ചായത്ത്. അതിൽ തീർച്ചയായിട്ടും അഭിമാനപൂർവ്വം പറയാം, ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം വഴി ഒരുപാട് സ്ത്രീകൾക്ക് അതുവഴി സ്വയം തൊഴിൽ കണ്ടെത്തി വരുമാന മാർഗമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടും കുടുംബശ്രീ രംഗത്ത് സ്ത്രീകൾ ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ജെൻഡർ റിസോഴ്സ് പേഴ്സൻ്റെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അതുമായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ കണ്ടുവരുന്ന ഒരുപാട് ഭരണവിവേചനങ്ങളും ലിംഗവിവേചനത്തിനൊക്കെ എതിരെയായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെതായിട്ട് നമ്മൾ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തടിവെള്ളം നൽകിയിട്ടുണ്ട്. അത് വർഷങ്ങളായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കൂട് മത്സ്യകൃഷി അതെല്ലാനും ഇതര പ്രൊജക്റ്റുകൾ വഴി നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അംഗൻവാടി. വർഷങ്ങളായിട്ടുള്ള അംഗൻവാടിയാണ്, ഒരുപാട് വർഷം പഴക്കമുള്ള അംഗൻവാടിയാണ്. നമ്മൾ വന്നതിന് ശേഷം ഇവിടെ അംഗൻവാടി ടൈല് വിരിക്കലും പെയിൻറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കുടിവെള്ള കണക്ഷൻ എത്താത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ കുടിവെള്ള കണക്ഷനുകൾ എത്തിച്ചിട്ടുണ്ട്. 3-4 അതായത് ഉള്ളേരിയകളിലേക്ക് വെള്ളം തീരെ എത്താത്ത പ്രദേശങ്ങളുണ്ടായിരുന്നു. ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ വലിക്കുകയും അവരുടെ കുടിവെള്ളക്ഷാമം ദൂരീകരിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. വൈദ്യുതീകരണമില്ലാത്ത വീടുകളിൽ നമുക്കില്ല. കാരണം ഒരു മിക്ക വീടുകളിലും വൈദ്യുതീകരിച്ചതാണ്. കാരണം 100% നമുക്ക് പറയാം വൈദ്യുതീകരിച്ച വീടുകളാണല്ലോ. SC/ST വീടുകൾ നമുക്ക് നമ്മുടെ വാർഡിൽ SC/ST വളരെ കുറവാണ്. 5 കുടുംബങ്ങളാണ് നമുക്കുള്ളത്. അവർക്ക് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ വാർഡിൽ നടന്നിട്ടുണ്ട്. അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പഠനോപകരണങ്ങളും ലാപ്ടോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ പഞ്ചായത്ത് പദ്ധതി പ്രകാരം നമ്മൾ എല്ലാ വീടുകളിലേക്കും അതിൻ്റെ കൂടെ
എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ആകെ ഇപ്പൊ ഒരു വിഷമമുള്ളത് അതാണ്. നമ്മുടെ വാർഡിലേക്ക് കളിക്കളത്തിന് വേണ്ടിയിട്ടൊരു നമ്മുടെ വാർഡിലേക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മുടെ പഞ്ചായത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു കളിക്കളം മുനമ്പത്ത് സാധൂകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ നേട്ടം തന്നെയാണ്. കാരണം ഇന്ന് മൊബൈലിലേക്ക് പോകുന്ന കുട്ടികളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കളിക്കളം ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ വാർഡിലില്ലാത്തത് നമുക്ക് വിഷമമാണ്. കാരണം അതൊരു വേദനയുള്ള ഒരു കാര്യം തന്നെയാണ്. കുട്ടികൾക്ക് കളിക്കാൻ കളിക്കളം ഇല്ല എന്ന് പറയുന്നത്. എങ്കിൽ കൂടിയും നമ്മുടെ പഞ്ചായത്തിനൊരു കളിക്കളം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ വാർഡില് നമ്മള് ലഹരിക്കെതിരായിട്ട് കുടുംബശ്രീയെയും ബാലജന കുട്ടികളെ എല്ലാം കൂട്ടിക്കൊണ്ട് നമുക്ക് അതിനെതിരെ നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. റാലിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നൽകിയിട്ടുണ്ട്. അത് അംഗൻവാടി തലങ്ങളിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് വാർഡിൽ 2 അംഗൻവാടികളാണുള്ളത്. ആ 2 അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് എന്താ പറയുക, KG തുടങ്ങി പ്രീ KG വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും അഡൾട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് അവയർനെസ് ക്ലാസ്സുകളും അതുപോലെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വാർഡിൽ വളരെ നല്ല രീതിയിൽ തന്നെ പാലിയേറ്റീവിന്റെ പ്രവർത്തനം പോകുന്നുണ്ട്. നമുക്ക് വാർഡിൽ 2 ആശമാരാണുള്ളത്. അവരത് വളരെ കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും കൃത്യമായി ഗൃഹസന്ദർശനം നടത്തുകയും അവർക്ക് വേണ്ട പാലിയേറ്റീവ് സേവനങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വെച്ചാൽ നമ്മൾ അത് അംഗൻവാടി തലങ്ങളിലൂടെയാണ് ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള കാര്യങ്ങളെല്ലാം പോകുന്നത്. ശിശുക്ഷേമം എല്ലാം നമ്മൾ അംഗൻവാടിയിലൂടെയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത്. അത് കൃത്യമായി തന്നെ എല്ലാ ഗർഭിണികളെയും ആദ്യകാല മുടങ്ങി നമ്മൾ അവരുടെ എല്ലാ രേഖകളും സൂക്ഷിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള പോഷകാഹാരങ്ങൾ അവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കൃത്യമായി തന്നെ അംഗൻവാടി ടീച്ചർമാർ ചെയ്യുകയും നമ്മൾ മോണിറ്റർ ചെയ്യാറുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി എന്നതിലുപരി ഞാനൊരു വാർഡ് മെമ്പർ ആയപ്പോൾ നമ്മുടെ സമൂഹത്തിന് എന്താണോ വേണ്ടത് അവരാവശ്യപ്പെടാതെ തന്നെ നമ്മളുടെ മുന്നിൽ കാണുന്ന ഓരോ പ്രശ്നത്തിനെയും നമ്മളത് പരിഹരിക്കേണ്ടതാണെന്നും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ എവിടെയാണോ സ്ത്രീക്ക് ഒരു താങ്ങ് വേണ്ടത് അവിടെ താങ്ങായിട്ട് തന്നെ നമ്മൾ നിൽക്കാൻ ശ്രമിച്ചു. ഗ്രാമസഭ വഴി നമുക്ക് നമ്മൾ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് നമ്മൾ വാർഡുകളിൽ നിത്യം സന്ദർശിക്കുന്ന രൂപേണ നമുക്ക് മനസ്സിലാവും ആർക്കാണ് അതിന് അർഹതയുള്ളത്. അർഹതപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അർഹതപ്പെട്ട കരങ്ങളിലേക്ക് ഗ്രാമസഭ വഴി നമ്മുടെ കേന്ദ്ര സർക്കാരും നൽകുന്ന കാര്യങ്ങളെല്ലാം എത്തിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഓരോ പ്രാവശ്യവും മോണിറ്ററിങ് ചെയ്തിട്ട് തന്നെയാണ് ഗ്രാമസഭയിലേക്ക് ലിസ്റ്റുകൾ എടുക്കുന്നതും കൃത്യമായ രീതിയിൽ ഗ്രാമസഭയിൽ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും നമ്മൾ ഉൾക്കൊണ്ട് തന്നെയാണ് അതിന്റെ മാർക്ക് ഇടുന്നതും ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതും അവരിലേക്ക് എത്തിക്കുന്നതും. അത് കയ്യിലെത്തി എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ നമ്മൾ അതിന്റെ ഫോളോ അപ്പ് ചെയ്യും. രണ്ടര വർഷക്കാലമായി നമ്മുടെ ദീപ്തി പ്രൈജു ആണ് ഞങ്ങളുടെ 10ാം വാർഡിന്റെ മെമ്പർ. നല്ല ആക്റ്റീവായാണ്. ഒരു കുഴപ്പമില്ല. എന്തിനു വിളിച്ചാലും ഒറ്റ പ്രാവശ്യം വിളിച്ചാൽ മതി, വിളിപ്പുറത്ത് എത്തും. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഇതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും എന്താണ് ഗീത ചേച്ചി വാർഡിൽ കാര്യങ്ങൾ എന്താണ്, കിടപ്പിലായ രോഗികൾ എത്രയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പകർച്ചവ്യാധി വല്ലതുണ്ടാ, വയറ്റിളക്കമുണ്ടാ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കും ഞങ്ങളോട്. പിന്നെ വെക്ടർ സ്റ്റഡിക്ക് പോകുമ്പോൾ ഞങ്ങളെ കൂടി വരും. അതുപോലെ ഒരു ഡെങ്കി പനി ഉണ്ടെങ്കിൽ അതിന് ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോകും. വാ മെമ്പറെ എന്ന് പറഞ്ഞു അത് പോരാൻ തയ്യാറാണ്. ചെറുപ്പക്കാരായതുകൊണ്ടാണ് അതിന് കൂടുതലും തയ്യാറായത്. പിന്നെ വിമർശനങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവും. അതൊക്കെ നല്ലതാണ്, ഞാൻ പറയും, കുഴപ്പമില്ല, അതൊക്കെ തരണം ചെയ്ത് പോകണം. പിന്നെ റോഡ് പണിയൊക്കെ ഇവിടം വരെയൊക്കെ ഞങ്ങൾക്ക് നടത്തി തന്നിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് എത്തിച്ചില്ല, അപ്പൊ ഫണ്ടില്ലെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അത് മാത്രം. പിന്നെ അംഗൻവാടി എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് പെയിന്റ് അടിക്കാനും എല്ലാത്തിനും. ഇപ്പൊ ഈ വാർദ്ധക്യ 60 വയസ്സിന്റെ മേലുള്ള ആൾക്കാരുടെ പരിപാടി വരെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മെമ്പർ. എന്തിനാ കുറ്റം പറയണം? നല്ല മെമ്പർ. കുറ്റമൊന്നും ഞാൻ പറയില്ല, നല്ല മെമ്പർ. ഇനിയിപ്പോ ഞങ്ങൾ വാർഡൊക്കെ പോയി, ഞങ്ങളുടെ മെമ്പർ അപ്പുറത്തെ വാർഡ്, ഞങ്ങൾ ഇപ്പുറത്തെ വാർഡ് പോയി. ഇനി ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. നല്ലൊരു ജീവിതവും കുടുംബം നോക്കാതെ ആ കൊച്ചിറങ്ങും. കുഞ്ഞു കൊച്ചാണെങ്കിലും ആ കൊച്ചിനെ മാറ്റി ഇരുത്തിക്കൊണ്ട് ഓടി വരും വിളിച്ച. തരിശുരഹിത പഞ്ചായത്ത് എന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ടത് തൊഴിലുറപ്പിനെ തന്നെയാണ്. തൊഴിലുറപ്പ് പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ തരിശുരഹിത പഞ്ചായത്തിലേക്ക് എത്താനുള്ള ഏറ്റവും സുഗമമായ ഒരു വഴി എന്ന് പറയുന്നത്. കാരണം തൊഴിലുറപ്പ് തൊഴിലാളികൾ നമ്മുടെ വാർഡിൽ തരിശായി കിടക്കുന്ന ഭൂമികൾ ക്ലീൻ ആക്കുകയും അതിൽ കൃഷി ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്
കാലാവസ്ഥയുടെ ധ്യാനത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായെന്നല്ലാതെ കൃത്യമായി അത് പരിപാലിക്കാൻ സാധിച്ചു. നമുക്ക് ഇവിടെ തൊട്ടടുത്ത് പുഴയാണുള്ളത്. നമുക്ക് വെള്ളത്തിന്റെ പ്രശ്നം നിലനിൽക്കുന്നതാണ്. കാരണം ഈ കാണുന്ന പ്രദേശത്തെ എല്ലാ വീടുകളിലേക്കും ഒരു വെള്ളം കയറുന്ന പ്രശ്നമുണ്ട്. കാരണം ഇപ്പൊ എത്ര നല്ല വീട് വെച്ചാലും ഒരു 2 വർഷത്തിനുള്ളിൽ അതിന് വിള്ളലുകളോ അല്ലെങ്കിൽ കേടുപാടുകളോ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം നമുക്കിവിടെ പുഴയ്ക്ക് പാർശ്വഭിത്തി അങ്ങനെയൊന്നുമില്ല. കരിങ്കൽ ചിറയോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം നേരിട്ട് വീടുകളിലേക്കാണ് എത്തുന്നത്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മള് അതിന് വേണ്ടിയിട്ടുള്ള നിവേദനങ്ങളെല്ലാം പഞ്ചായത്തിലേക്ക് സമർപ്പിക്കുകയും പഞ്ചായത്ത് അത് സംസ്ഥാന തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നാലെ അതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്കിവിടെ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡുകളാണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാണകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളേരിയകളിലേക്കുള്ള ചെറിയ ചെറിയ വഴികളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബൈ ഇലക്ഷനിൽ വന്ന ആളാണ്. അപ്പോൾ എനിക്ക് പ്രവർത്തിക്കാൻ കിട്ടിയത് ഒരു 2.5 വർഷമാണ്. ആ 2.5 വർഷത്തിനുള്ളിൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം ഇൻപുട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം നമുക്ക് പറ്റാവുന്ന രീതിയിൽ ആ 2.5 വർഷത്തിനുള്ളിൽ ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഞാൻ ജനങ്ങളോട് വാഗ്ദാനം ചെയ്തതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ ചരിതാർത്ഥ്യത. ഭരണസമിതിക്ക് മുന്നോട്ട് വെക്കാന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മളുടെ ഇവിടെ റോഡ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ ഒരു കാര്യമാണ്. പക്ഷെ അതിന്റെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോ റോഡ് പണിത് പോയാൽ നാളെ അതിന് സൈഡിൽ ഒരു വലിയ എന്താ പറയുക കാട് എന്ന് പറയുന്ന രീതിയിലാണ് പുല്ല് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാല് മെയിൻ റോഡിലായാലും ഉൾവഴിയിലായാലും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വെട്ടി മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഫണ്ടോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പഞ്ചായത്ത് അങ്ങനെ ഇതുവരെ മാറ്റി വെച്ചിട്ടില്ല. കാരണം അതൊരു അത്യാവശ്യകരമായ ഒരു കാര്യമാണെന്നാണ് തോന്നിയിട്ടുള്ളത്. കാരണം അതിങ്ങനെ വളർന്ന് വലുതായി നിൽക്കുമ്പോൾ വരുന്ന വാഹനങ്ങൾക്കോ വഴിയാത്രക്കാർക്കോ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ മാലിന്യമുക്ത കേരളം നവകേരളം എന്ന് പറയുമ്പോൾ നമ്മള് ശരിക്കും നമ്മുടെ റോഡ് എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആയിരിക്കണം. അത് ഇതുവരെയും നമ്മള് ഒരുപാട് പ്രവർത്തനങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ 100% അതിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള പറയാനുള്ളത്. കാരണം പൂർണ്ണമായിട്ടും അതിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയണം. കാരണം നമ്മൾ വരുമ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളെ വെച്ച് നോക്കുക അത്രയും പോയില്ലെങ്കിലും നമ്മുടെ കേരളത്തിലും ഉണ്ട് വളരെ വൃത്തിയായിട്ടുള്ള റോഡുകളും ഇതൊക്കെ. അപ്പൊ അത്രയൊന്നും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിലേക്ക് എത്തുക എന്നുള്ളത് ഒരു പഞ്ചായത്തിന്റെ ലക്ഷ്യമായി കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും പ്രൊജക്റ്റുകളും ഉണ്ടാവേണ്ടതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് തോടുകൾ. നമ്മുടെ ഇപ്പോ ഒരുപാട് തോടുകളെല്ലാം നികത്തിയതും വൃത്തിയാക്കാതെ ഉള്ള തോടുകളൊക്കെ ഉണ്ട്. കാരണം ഓരോരുത്തരും വ്യക്തിപരമായ തോടുകളുണ്ട്, ചിറകെട്ടി സംരക്ഷിക്കുന്ന തോടുകളുണ്ട്. അപ്പൊ അതൊന്നും പഞ്ചായത്തിന് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതെല്ലാം കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കുവാനും അതിന് വേണ്ട ഫണ്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം. അതുപോലെ തന്നെ സാനിറ്റേഷൻ ഫണ്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് ആണ് സാനിറ്റേഷന് വേണ്ടി കൊടുക്കുന്നത്. പക്ഷെ സാനിറ്റേഷൻ എന്ന് പറയുന്നത് കൃത്യമായി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഫണ്ടിന്റെ ആവശ്യമുണ്ട്. വർഷാവർഷങ്ങളിൽ സാനിറ്റേഷൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു രാജ്യത്തിന്റെ വികസനം എന്ന് കാണുന്നെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യവുമാണ്. ആ ആരോഗ്യമുള്ള ജനത ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ലൊരു ജനസമൂഹം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ചെയ്യുമ്പോൾ അതിനാവശ്യമായ ഫണ്ടുകൾ അതിനുവേണ്ടി മാറ്റിവെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയായിട്ട് വരുമ്പോൾ നമ്മുടെ ഹെൽത്ത് സെന്ററുകളും മറ്റു കാര്യങ്ങൾ അവിടെ എല്ലാനും ആവശ്യത്തിനുള്ള സ്റ്റാഫുകളുടെ എണ്ണം വേണം. നമ്മൾ ജസ്റ്റ് നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടല്ല, അവിടെ ജനങ്ങൾക്ക് കൃത്യമായി സുഗമമായിട്ട് അവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള രീതിയിലുള്ള സ്റ്റാഫുകൾ വേണം. അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാവണം. അതെല്ലാം ഒരു അത്യാവശ്യപരമായ കാര്യങ്ങളാണ്. കാരണം നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ തേടി പോകുന്നതല്ലാതെ ഗവൺമെന്റ് സർവീസുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങളെല്ലാം കിട്ടുന്ന രീതിയിൽ അത്തരത്തിലുള്ള മേൽക്കോയ്മ പ്രവർത്തനങ്ങളെല്ലാം ഇനിയും ഈ പഞ്ചായത്തിൽ ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിന് നമ്മൾ മുന്നിൽ കാണുമ്പോൾ ഒരുപാട് ടൂറിസം ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റിയ ഒരു പഞ്ചായത്താണ് പള്ളിപ്പുറം പഞ്ചായത്ത്. എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇത്രയും നല്ല പുഴയും എന്താ പറയാ കടലും ഒക്കെ ഉള്ളപ്പോ ഇതിനെല്ലാം ഒരു നല്ലൊരു രീതിയിൽ ഡെവലപ്മെന്റ് ചെയ്തെടുത്താൽ ഒരു നല്ല ടൂറിസം മേഖലയായിട്ട് തന്നെ നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. ആ മേഖലയിൽ നിന്ന് തന്നെ പഞ്ചായത്തിന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനും
അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രൊജക്റ്റും കാര്യങ്ങളും കൊണ്ടുവരണമെന്നും ഈ അവസരത്തിൽ പറയാം. അതുപോലെ തന്നെ പാലിയേറ്റീവ് മേഖല കിടപ്പ് രോഗികൾക്ക് വേണ്ട നമുക്കിപ്പോ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ നമുക്ക് ഒരു എന്താ പറയുക, ഇപ്പൊ ഒരു ഓക്സിജൻ സിലിണ്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് കട്ടിലായിക്കോട്ടെ, ഇതെല്ലാം പരിമിതി കുറവാണ്. അപ്പൊ അതെല്ലാം പരിഹരിക്കുക. അതായത് ഒരു വാർഡിൽ നിന്ന് ഒരാൾ മരിച്ചാലാണ് ചിലപ്പോൾ ഒരു വാർഡിലേക്ക് ഒരു കട്ടിൽ കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. കാരണം ഒരാൾ മരിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അയാൾ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഓരോ വാർഡിലും ഒരു വാർഡിലെങ്കിലും കൊടുക്കാൻ പറ്റിയ, ഒരു വാർഡിൽ ഒരു കട്ടിലെങ്കിലും കൊടുക്കാൻ പറ്റിയ രീതിയിൽ പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തണം. നമ്മൾ എല്ലാ പ്രാവശ്യവും വികസന പ്രവർത്തന സെമിനാറുകൾ വെക്കുമ്പോൾ നമ്മൾ പറയാറുള്ള കാര്യമാണ്, എല്ലാ വാർഡുകളിലേക്കും, അതായത് നമുക്കിപ്പോ 23 വാർഡാണ് നിലവിലുള്ളത്, ഇനി 24 ആകും. പക്ഷെ അപ്പൊ ആ 24 വാർഡുകളിലേക്കും നമുക്ക് ഓട്ടോമാറ്റിക് കട്ടിൽ, ഒരു കിടപ്പ് രോഗി എന്ന് പറയുന്ന ആൾക്ക് ആ കിടക്കാൻ ഒരു സുഖം വേണ്ടേ, അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനി അങ്ങോട്ട് വേണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കളിക്കളം, ഒരു വാർഡിനൊരു കളിക്കളം എന്ന രീതിയിലെങ്കിലും നമുക്കത് കൊണ്ടുവരാൻ കഴിയണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓപ്പൺ ജിം, അതും നമുക്ക് നമ്മുടെ വാർഡിലേക്ക് ഇല്ലെങ്കിലും നമ്മുടെ പഞ്ചായത്തിലേക്ക് വരണതേ ഉള്ളൂ. പക്ഷെ എല്ലാ വാർഡുകളിലേക്കും എത്തിക്കാനുള്ള കാര്യം ചെയ്യണം. ആരോഗ്യപരമായി ചിന്തിക്കുമ്പോൾ അതൊരു പ്രധാന ഘടകം തന്നെയാണ്. കാരണം നമ്മള് ആരോഗ്യത്തെക്കുറിച്ച് ഇനി വരുന്ന തലമുറ ഇപ്പൊ ഉള്ള തലമുറ എത്രയൊന്നും ഇനിയുള്ള തലമുറയ്ക്ക് ആയുസുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുപോലെ കിടപ്പ് രോഗികൾ മാത്രമല്ല, അല്ലാതെയും നമുക്ക് പാലിയേറ്റീവ് എന്ന് പറയുന്നതിനെ പല രീതിയിലായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും ആവശ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടാനും നമ്മുടെ കയ്യിൽ ലഭ്യത കുറവ് കൊണ്ടാണ്. പക്ഷെ അതെല്ലാം പരിഹരിക്കുന്ന രീതിയിലുള്ള പ്രൊജക്ടുകൾ ഉൾപ്പെടുത്തണം എന്ന് പറയാം. എന്റെ വാർഡിലെ എല്ലാ ജനങ്ങളും, ഞാൻ ഇലക്ഷന് വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ഇതെന്റെ ഒരു വീടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വീട്ടില് എല്ലാവരും എന്നോട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്റെ വാർഡിലെ എല്ലാ ജനങ്ങളോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാണ്. കാരണം എന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നോടൊപ്പം നിന്നതിന്, എന്നെ വിമർശിക്കാനാണെങ്കിലും എന്നോട് സഹകരിക്കാനാണെങ്കിലും നിന്ന്. കാരണം വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പുരോഗമനം ഉണ്ടാവുള്ളൂ. അപ്പോ കൂടെ നിന്നവരെക്കാൾ കൂടുതൽ വിമർശിച്ചവരോട് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. മറ്റൊരു പ്രശ്നം, നമ്മുടെ പഞ്ചായത്തില് തെരുവുനായ ശല്യം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം എല്ലാ വഴികളിലും ഒരു 4 മണി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് തെരുവ് നായകളാണ്. നമ്മുടെ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വരുന്നതും സ്കൂളിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഒരുപാട് തെരുവ് നായകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. നമുക്ക് ABC പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ഒരു ഷെൽട്ടർ ഹോം എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്വപ്നം തന്നെയാണ്. അത് പള്ളിപ്പുറം പഞ്ചായത്തിന് സാധൂകരിക്കാൻ കഴിയണം എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്.